പ്രിയ ദൈവജനമേ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഒരു വിളക്ക് കൊണ്ടുവരുന്നത് വിനാഴിക ചെപ്പിൻ്റെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനല്ല, മറിച്ച് പീഠത്തിന്മേൽ വയ്ക്കാനാണെന്ന് കർത്താവായ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവാകുന്ന പ്രകാശം ലോകത്തിനു മുന്നിൽ മറച്ചു വയ്ക്കാനുള്ളതല്ല, പ്രത്യുത സൽപ്രവൃത്തികളിലൂടെയും വിശ്വാസത്തിലൂടെയും മറ്റുള്ളവർക്ക് വഴികാട്ടിയാകേണ്ട ഒന്നാണ്. രഹസ്യമായി വയ്ക്കപ്പെട്ടതൊന്നും വെളിപ്പെടാതിരിക്കില്ലെന്നും മറച്ചു വയ്ക്കപ്പെട്ടതൊന്നും വെളിച്ചത്ത് വരാതിരിക്കില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. സത്യത്തിൻ്റെതായ ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലും വ്യാപിക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ആഹ്വാനം വചനം ഹൃദയപൂർവ്വം സ്വീകരിക്കാനുള്ള പിതാവായ ദൈവത്തിൻ്റെ വിളിയാണ്. നാം വചനം കേൾക്കുന്നതിലും സ്വീകരിക്കുന്നതിലും എത്രത്തോളം ശ്രദ്ധാലുക്കളാണെന്ന് നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. നാം അതേ അളവിൽ തന്നെ നമുക്കും തിരികെ ലഭിക്കുമെന്നും അതിലുമേറെ നൽകപ്പെടുമെന്നും ഈശോ വാഗ്ദാനം ചെയ്യുന്നു. ദൈവകൃപയോട് നാം എത്രത്തോളം സഹകരിക്കുന്നുവോ അത്രത്തോളം അധികമായി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ ദൈവമാതാവ് ഇതിന് ഉദാത്തമായ ഉദാഹരണമാണ്. എന്നാൽ ഉള്ളവന് നൽകപ്പെടുമെന്നും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടുമെന്നും പറയുന്നത് ദൈവവചനത്തോട് നിസ്സംഗ മനോഭാവം, വിമുഖത കാണിക്കുന്നവർക്ക് ലഭിച്ച കൃപകൾ പോലും നഷ്ടമാകുമെന്ന മുന്നറിയിപ്പാണ്. പ്രിയ സഹോദര സഹോദരി, അതിനാൽ ദൈവത്തിൻ്റെ ദാനങ്ങളെ നന്ദിയോടെ സ്വീകരിക്കാനും അവയെ ദൈവത്തിനു വേണ്ടി വർദ്ധിപ്പിക്കാനും നമ്മുടെ താലന്തുകളെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അനുദിനം പരിശ്രമിക്കാം. ഇന്ന് വീണ്ടും അതിനുള്ള അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം പീഠത്തിന്മേൽ ജ്വലിക്കുന്ന വിളക്കായി മാറട്ടെ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതാവസ്ഥകളും കഴുകപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ.